കായംകുളത്ത് വാഹനാപകടത്തിൽപ്പെട്ട യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ആലപ്പുഴ SP. കേസെടുക്കുന്നതിൽ കാലതാമസം വന്നിട്ടില്ല. കേസ് അന്വേഷിക്കാൻ കായംകുളം DSPക്ക് ചുമതല നൽകിയിട്ടുണ്ട്. കുറ്റകൃത്യത്തിന് അനുസൃതമായ വകുപ്പുകളാണ് ചുമത്തിയത്. യുവതിയുടെ മൊഴി വീണ്ടും എടുക്കും. വേണ്ടി വന്നാൽ കേസിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നും പോലീസ് പറഞ്ഞു. ഇനീഷ്യലി ചെയ്ത റിപ്പോർട്ട് ചെയ്ത ആ ദിവസം മുതൽക്ക് തന്നെ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്പോട്ടിൽ വെച്ചിട്ട് ഈ സീനിൽ നിന്ന് ആ വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്തിലാണ് ഈ പറയുന്ന കുട്ടി പറയുന്ന മൊളസ്റ്റേഷനിലെ ചാൻസ്. നെക്സ്റ്റ് ഡേ അത് ഹോസ്പിറ്റലിൽ നിന്ന് കറക്റ്റായിട്ട് ഇൻറ്റിമേഷൻ കിട്ടിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോർമലി ചെയ്യുന്ന ഒരു പ്രൊസീജിയേഴ്സ് എല്ലാം കേസ് രജിസ്റ്റർ ചെയ്തു. ഇത് കംപ്ലൈൻറ്റ് പോലീസും തമ്മിൽ ഇതിൽ ഡിഫറൻസിൻ്റെ ഒപ്പിൻ്റെ ആവശ്യമില്ല. കാരണം ഇതൊരു സക്സസ്ഫുൾ പ്രോസിക്യൂഷനാണ് നമ്മൾ ഈ സമയം മുതൽ അത് നോക്കുന്നത്. വീഴ്ചകളോ മറ്റേതെങ്കിലും തരം ഒമിഷൻസോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് DYSPയുടെ ഇൻവെസ്റ്റിഗേഷൻ എടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകും. ഫൈസൽ, എന്ത് വീഴ്ച സംഭവിച്ചു എന്നായിരുന്നു ആരോപണം? അതായത് അജിംസ് ഇയാളെ മൊഴിയെടുത്ത് വിട്ടയച്ചു എന്നുള്ളൊരു ആരോപണമുണ്ടായിരുന്നു. അത് മറ്റു നടപടികളൊന്നും ഈ സിരിയലിനെതിരെ മറ്റു നടപടികളൊന്നും എടുത്തിട്ടില്ല എന്നായിരുന്നു ഈ യുവതിയുടെ ആരോപണം എന്ന് പറയുന്നത്. അതിലാണ് ഇപ്പോൾ കൂടുതൽ വ്യക്തത SP വരുത്തിയിരിക്കുന്നത്. SP പറയുന്നത് കൃത്യമായ നടപടിയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. കുറ്റകൃത്യത്തിന് അനുസൃതമായ വകുപ്പുകളാണ് ചുമത്തിയത്. അടുത്ത ദിവസം തന്നെ മെഡിക്കൽ പരിശോധന നടത്തുകയും ചെയ്തു. മൊഴി രേഖപ്പെടുത്തി രജിസ്റ്ററും ചെയ്തിട്ടുണ്ട്. അതായത് BNS 74-75(1)A പ്രകാരമുള്ള കുറ്റമാണിത് ഈ കേസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. 7 വർഷത്തിൽ താഴെയുള്ള കുറ്റമായതിനാലാണ് BNS പ്രകാരം ഒരു ഉപാധികളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. ആ ഉപാധികളിൽ ഏതെങ്കിലും ഒന്ന് ലംഘിച്ചാൽ മാത്രമേ അറസ്റ്റ് പോലുള്ള നടപടിയിലേക്ക് കടക്കേണ്ടതുള്ളൂ എന്നാണ് SP വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ കുട്ടിയുടെ മൊഴി ഒന്നുകൂടി എടുക്കും. അതിനുവേണ്ടി രഹസ്യമൊഴി എടുക്കാൻ വേണ്ടി ആലപ്പുഴ CJM കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം രഹസ്യമൊഴി എടുത്ത ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തേണ്ടതുണ്ടോ എന്ന് നോക്കി കൂടുതൽ നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് SP വ്യക്തമാക്കുന്നത്. ഏതായാലും കായംകുളം DYSPക്കാണ് അന്വേഷണ ചുമതല. ശരി ഫൈസൽ.